ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോയിൽ സമന്ദർ കി സേർ എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള സർഗർമി എന്താണ്? ഖാന അലിഫ് കോ ഖാന ബേ സെ മിലാക്കർ മുനാസിബ് ജുംലെ ബനായിയെ. എന്താ പറയുന്നത്? അലിഫ് എന്ന ഖാനയിലെ, അലിഫ് എന്ന കോളത്തിലെ, അലിഫ് എന്ന കോളം എന്ത് ചെയ്യുക? അലിഫ് ബേയുമായിട്ട് അല്ലേ, ബേയുമായിട്ട് യോജിപ്പിച്ചിട്ട് അതുപയോഗിച്ച് ജുംല തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അനുയോജ്യമായത് നമ്മളിതിൽ യോജിപ്പിക്കണം. അപ്പോൾ ആദ്യം എന്താണെന്ന് നോക്കാം. ഇതാ അലിഫിൽ എന്താ കൊടുത്തിട്ടുള്ളത്? മച്ചേറ, ദർസി, കിസാൻ, കുംഹാർ, സനാർ. എന്തൊക്കെയാണിത്? മച്ചേറ നമ്മൾ കേട്ടു അല്ലേ? ആരാണ്? ഈ പാഠഭാഗത്തിൽ കേട്ടിട്ടുണ്ട്, മീൻപിടുത്തക്കാരനാണ്. ബാക്കി കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പം എന്തായാലും ഇവിടെ നോക്കൂ, ബേൽ എന്താ? കപ്പടേ സുൽത്താ ഹേ, മച്ചലി പക്കഡ്താ ഹേ, മിട്ടി കെ ബർത്തൻ ബനാത്താ ഹേ, സോനെ കെ സേവർ ബനാത്താ ഹേ, ഖേത് മേ കാം കർത്താ ഹേ. ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ തൊഴിലുകളാണ്. ഇതെല്ലാം എന്താണ്? ഓരോ തൊഴിലുകളാണ്. തൊഴിലാളികൾ അല്ലേ? തൊഴിൽ ചെയ്യുന്ന ആളുകൾ, തൊഴിലാളികളും ഇതൊക്കെ അവർ ചെയ്യുന്ന ആ ഒരു ജോലിയുമാണ് കൊടുത്തിട്ടുള്ളത്. പേശാവറും പേശയുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മച്ചീറയാണ്. മച്ചീറ എന്താ ചെയ്യുന്നതെന്ന് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മച്ചീറ മീനാണ് പിടിക്കുന്നത് അല്ലേ? മച്ചീറ മച്ചലി പക്കടുത്താഹെ. പക്കടുത്താഹെ എന്ന് പറഞ്ഞാൽ പിടിക്കുന്നു. മച്ചലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ? മീൻ പിടിക്കുന്നു. ഓക്കെ. ഇനി ദർസിയാണ്. ദർസി എന്ന് പറഞ്ഞാൽ ടൈലറാണ്. നമ്മൾ തയ്യൽക്കാരനില്ലേ? ദർസി എന്താ ചെയ്യുക? അതെ, ഡ്രസ്സ് തുന്നുകയാണ് അല്ലേ? അപ്പോൾ അതാണ് ഓപ്ഷൻ ഇവിടെയാണുള്ളത്. കപ്പടേ സുൽത്താഹി. കപ്പടേ എന്ന് പറഞ്ഞാൽ വസ്ത്രം തുന്നുന്നു. ഓക്കെ. അടുത്തത് കിസാനാണ്. കിസാൻ എന്ന് പറഞ്ഞാൽ ഫാർമറാണ്, അഥവാ കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ എന്താ ചെയ്യുക? ഖേത് മേ കാം കർത്താഹി. ഖേത്ത് പറഞ്ഞാൽ വയലിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. അടുത്തത് കുംഹാർ എന്ന് പറഞ്ഞാൽ മൺപാത്രക്കാരനാണ്. മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ നിർമ്മിക്കുന്ന ആൾ, അഥവാ കുശവൻ എന്നൊക്കെ പറയും ഞങ്ങൾ. മൺപാത്രക്കാരൻ. അവർ മിട്ടി കെ ബർത്തൻ. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി അടുത്തത് സനാറാണ്. സനാർ എന്ന് പറഞ്ഞാൽ തട്ടാൻ എന്ന് പറയും, അഥവാ നമ്മൾ സ്വർണ്ണപ്പണിക്കാരൻ. സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ആര്? സനാർ. സോനയ്ക്ക് സേവർ ബനാത്താഹിം, അഥവാ സ്വർണത്തിൻ്റെ, സോന എന്ന് പറഞ്ഞാൽ ഗോൾഡ്, സ്വർണത്തിൻ്റെ സേവർ, ആഭരണങ്ങൾ, ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അലിഫും ബേയുമായിട്ട് യോജിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ജുംല തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, മച്ചീറ മച്ചലി പക്കടുത്താഹെ. വളരെ സിമ്പിളാണ്. ഇത് എയിലുണ്ടായിരുന്ന, അലിഫിലുണ്ടായിരുന്നതാണ്, ഇത് ബേയിലുണ്ടായിരുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദർസീൻ്റെ എഴുതും. ദർസി കപ്പട സുൽത്താഹെ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ദർസി കപ്പട സുൽത്താഹെ. പിന്നെ കിസാൻ ഖേത് മേ കാം കർത്താഹെ അല്ലേ? കിസാൻ ഖേത് മേ കാം കർത്താഹെ. എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയും അല്ലേ? ഓക്കെ. പിന്നെ അടുത്തത് എന്താ? കുംഹാർ മിട്ടി കെ ബർത്തൻ ബനാത്താ ഹേ. പിന്നെ സനാർ സോനെ കി സേവർ ബനാത്താ ഹേ. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് തൊഴിലുകളുണ്ട്. ഇപ്പം നമ്മൾ ഡോക്ടറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ചെയ്യുന്നത് ബീമാരോങ്കോ ഇലാജ് കർത്തേ ഹേ അല്ലേ? രോഗികളെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തൊഴിലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ എന്തായാലും ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ. അടുത്തത് മുനാസിബ് അൽഫാസ് കി മദദ് സെ ജുംലയെ തയ്യാർ കീജിയെ. എന്താണ് പറഞ്ഞത്?
അനുയോജ്യമായ വാക്കുകളുടെ സഹായത്താൽ ജുംല തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹരേ ബരേ. ഹരേ ബരേ എന്ന് പറഞ്ഞാൽ പച്ച നിറഞ്ഞിട്ടുള്ള, ഊഞ്ചേ ഊഞ്ചേ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന, നീല നീല എന്ന് പറഞ്ഞാൽ നീല 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 അല്ലേ, നീല നിറത്തിലുള്ള എന്നുള്ള അർത്ഥം. ടണ്ടി ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത. ഇനി ഇവിടെ നോക്കൂ, ആസ്മാൻ നീല നീല ഹേ. ആകാശം നീലമയമാണ് അല്ലേ, അല്ലെങ്കിൽ നീല നിറത്തിലുള്ള നീലയാണ്. ഇനി ഈ ഡാഷ് ഹേ, ഇതിലേതായിരിക്കും വരിക? നമ്മൾ ഈ ഹരേ ബരേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പച്ച നിറഞ്ഞ. അതേപോലെ ഉയർന്നു നിൽക്കുന്ന, ഊഞ്ചേ ഊഞ്ചേ എന്ന് പറഞ്ഞാൽ. ഇനി നീല അല്ലേ, നീലമയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, തണുത്ത. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ये हरे भरे खेत है. ये हरे भरे खेत है. അടുത്തത് സുബഹ കെ വക്ത് ഡാഷ് ഹവായി ചൽ രഹി ഹെ. ഈ ഹരേ ഭരേ കേത്ത് എന്ന് പറഞ്ഞാൽ ഇത് പച്ച നിറഞ്ഞ വയലാണ്. ഇനി സുബഹ കെ വക്ത് എന്ന് പറഞ്ഞാൽ പ്രഭാത സമയത്ത് എങ്ങനെയുള്ള കാറ്റാണ് വീശുന്നത്? ഹവ. എങ്ങനെയുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്? നമുക്കറിയാം, ടണ്ടി ടണ്ടി ഹവായി ചൽ രഹി ഹെ. ഓക്കെ. ഇനി അടുത്തത് ജംഗിൾ മേ ഡേഷ് പേഡ് ഹേ. കാട്ടിൽ, ജംഗിൾ എന്ന് പറഞ്ഞാൽ കാടിൽ എന്തുണ്ട്? കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന നല്ല വലിയ കേട്ടോ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. നമുക്ക് നോക്കൂ, സമന്തറിൽ ഈ നീല ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ആകാശത്തിനും എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം. ഓക്കെ. അതേപോലെ ഈ ഹരേ ബരേ കേത്തിന് മാത്രമല്ല, ഹരേ ബരേ പൗതേ, ഹരേ ബരേ പഹാഡ്. അപ്പോൾ അങ്ങനെ ഈ പച്ച നിറഞ്ഞ ഇതൊക്കെ പ്രയോഗങ്ങളാണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വാചകങ്ങളിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നുകൂടെ ഭംഗി കൂടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി അടുത്തത്, ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രമാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എക്ക് പാർക്ക് ഹേ അല്ലേ. ഇവിടെ ഒരു പാർക്കാണ് നൽകിയിട്ടുള്ളത്. പാർക്കിൽ എന്തൊക്കെയുണ്ട്? ജൂലയുണ്ട്, പേടുണ്ട്, പതങ്ക് ഉണ്ട്. ഇതവിടെ കുട്ടികൾ കളിക്കുകയാണ് അല്ലേ. പതങ്ക് ഉഡ് രഹേ ഹേ. അതുപോലെ തന്നെ ഫുട്ബോൾ കേൾത്തേ ഹേ. പിന്നെ ഈ കുട്ടിയുടെ കയ്യിൽ ബലൂണുണ്ട്. ഇവിടെ പൂക്കളും പൂമ്പാറ്റകളും ഉണ്ട്. ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ സീസോയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്തോ വാങ്ങാൻ പോയിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്തോ ഒരു കച്ചവടമാണ് നടക്കുന്നതെന്ന് തോന്നുന്നത്. എന്തോ വാങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളും പാർക്കിലൊക്കെ പോയിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ബച്ചോ യേ ഏക് പാർക്ക് ഹേ. അത് നമുക്ക് മനസ്സിലായി അല്ലേ. കുട്ടികളെ, ഇതൊരു പാർക്കാണ്. പാർക്ക് മേ ആപ് ക്യാ ക്യാ ദേഖ്തേ ഹേ. പാർക്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഉൻകെ നാം ലിഖിയേ. നമ്മൾ ഈ ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ജൂല കണ്ടു, ഊഞ്ഞാലുണ്ട്, പിന്നെ എന്തുണ്ട്? ബാ ഉണ്ട് അല്ലേ, പൂന്തോട്ടമുണ്ട്. പിന്നെ എന്തുണ്ട്? പിന്നെ കുട്ടികളുണ്ട്, ബച്ചോ ഉണ്ട്. ബച്ചോ എന്താ ചെയ്യുന്നത്? കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ പതങ്ക് കണ്ടു അല്ലേ, പട്ടം കണ്ടു. ഇനിയും കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഉബാറ കണ്ടു. പിന്നെ അവിടെ സീസോ ഉണ്ട് അല്ലേ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാർക്ക് കെ ബാരെ മേ ഏക് ബയാനിയ തയ്യാർ കീജിയെ. പാർക്കിനെ കുറിച്ച് നമ്മളൊരു ബയാനിയ തയ്യാറാക്കണം. അത് നോക്കാം അല്ലേ. പാർക്കിനെ കുറിച്ച് നമുക്ക് ബയാനിയ തയ്യാറാക്കി നോക്കാം. ഇവിടെ ഈ പാർക്ക് ഹേ, ഇതൊരു പാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പാർക്ക് മേ പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി എഴുതണം കേട്ടോ. പാർക്ക് മേ ജൂല ഹേ. പാർക്കിൽ എന്തുണ്ട്? ഊഞ്ഞാലുണ്ട്. പിന്നെ എക് ബച്ച ജൂല ജൂൽ രഹേ ഹേ. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചന്ദ് ബച്ചേ പതങ്ക് ഉഡാക്കർ കേൽ രഹേ ഹേ അല്ലേ, അല്ലെങ്കിൽ പതങ്ക് ഉഡാ രഹേ ഹേ. പിന്നെ പാർക്ക് മേ ഏക്ക്, അല്ലെങ്കിൽ പാർക്ക് മേ ഏക്ക് പാർക്ക് മേ खूबसूरत बाग है. पार्क में खूबसूरत बाग है. वहाँ रंग बिरंगे फूल और तितलियाँ हैं.
അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പാർക്കിനെ കുറിച്ചുള്ള ഒരു ബയാനിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതല്ലാതെ അവിടെ കാണുന്ന വേറെ കാഴ്ചകളെ വെച്ചും എന്ത് ചെയ്യാം, ബയാനിയെ തയ്യാറാക്കാം. നമ്മളിതിൽ ഫുട്ബോൾ കളിക്കുന്നൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ വേറെ കളിക്കുന്ന കുറേ കുട്ടികളുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ പാർക്കിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബയാനി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ളത് തയ്യാറാക്കി നോക്കുക. ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. നോക്കൂ, ബച്ചോ തസ്വീർ ഔർ സേ ദേഖിയേ. എന്താ പറഞ്ഞത്? കുട്ടികളെ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. ഏ നാദിറ കി ഏക് ദിൻ കി ഡയറി ഹേ. ഇത് നാദിറയുടെ ഒരു ദിവസത്തെ ഡയറിയാണ് എന്ന്. ആ ഡയറിയൊക്കെ നമുക്ക് പരിചിതമാണ് അല്ലേ? നമ്മൾ ഡയറിയൊക്കെ കുറേ എഴുതിയിട്ടുള്ളതാണ്. അപ്പം നാദിറയുടെ ഒരു ദിവസത്തെ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? സുബ 6 ബജെ ജാഗ്തി ഹും. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. ഹാത്ത് മുഹ് ദേത്തി ഹും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്തു? കയ്യും മുഖവും ഒക്കെ കഴുകി. പിന്നെ എന്ത് ചെയ്തു? അതിനുശേഷം നാഷ്ത കർത്തി ഹും. ഭക്ഷണം കഴിച്ചു. പിന്നെയോ 9 ബജെ സ്കൂൾ ജാത്തി ഹും. 9 മണിക്ക് സ്കൂളിലേക്ക് പോകുന്നു. പിന്നെന്താ ചെയ്യുന്നത്? അടുത്തത് ഷാം കോ കേൽത്തി ഹും. വൈകുന്നേരം കളിക്കുന്നു. പിന്നെ രാത് കോ 10 ബജെ സോത്തി ഹും. രാത്രി 10 മണിക്ക് ഉറങ്ങുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ബി അപ്പിനെ ഏക് ദിൻ കി ഡയറി തയ്യാർ കീജിയെ. നിങ്ങളും നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറി ഒന്ന് തയ്യാറാക്കാം അല്ലേ? ഇതിലുള്ള പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. രാവിലെ എഴുന്നേൽക്കുന്നു അല്ലേ, ജാഗുത്തീഹും, അതുപോലെ ഹാത്ത് മുഹുദോത്തീഹും, നാഷ്ത കർത്തീഹും എന്നുള്ള അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡയറി തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ മേ സുബഹ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഞാൻ രാവിലെ. അപ്പോൾ നമ്മളിവിടെ നാദിറയാണ് എഴുതിയത് അല്ലേ? നമുക്ക് ഫർഹാൻ്റെ ഡയറി ആയിട്ട് എഴുതി നോക്കാം. മേ സുബഹ് 5 ബജെ ജാഗ്താഹും. ഉടുത്താഹും എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. മേ 5 ബജെ ജാഗ്താഹും. പിന്നെ ഹാത്ത് മുഹ് ധോത്താഹും. പിന്നെയോ നഹാത്താഹും എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? ഹാത്ത് മുഹ് ധോത്ത എന്ന് പറഞ്ഞാൽ പറഞ്ഞു കയ്യും മുഖമൊക്കെ കഴുകുന്നു. നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. പിന്നെയോ ഇസ്കേ ബാദ് അതിനുശേഷം നാഷ്ത കർത്താഹും. പിന്നീട് 9 ബജെ സ്കൂൾ ജാത്താഹും. शाम को दोस्तों के साथ खेलता हूँ. पिन्यो रात को 9 बजे सोता हूँ. ഇത്രയുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഡീഷണലായിട്ട് എന്തൊക്കെ ചേർക്കാൻ പറ്റും? നഹാന, നഹാത്താഹും എന്നുള്ളത് ചേർക്കാം. പിന്നെന്ത് ചെയ്യാം? പഠിക്കുക എന്നുള്ളല്ലേ, അത് ചെയ്യാൻ പറ്റും. സ്കൂൾ ജാക്കർ പഠിത്താഹും എന്ന് എഴുതാം. പിന്നെ ടി വി ദേഖ്ന അത് എഴുതാം. ഓക്കെ, ടി വി ദേഖ്താഹും എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആഡപ്പ് ചെയ്തിട്ട് പുതിയൊരു ഡയറി തയ്യാറാക്കാം. അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം ബച്ചോ തസ്വീർ ഔർ സേ ദേഖിയേ. കുട്ടികളെ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. ഇസ്മേ ഏക് ജാൻദാർ ചുപ്പാ ഹുവാ ഹേ. അതിൽ ഒരു ജാൻദാർ ഒളിഞ്ഞു കിടപ്പുണ്ട്. നുക്തോം കോ തർത്തീബ് കെ സാത്ത് ജോഡ് കർ പഹചീൻ ഹേ. കുത്തുകളെ ക്രമത്തിൽ യോജിപ്പിച്ചിട്ട് അതിനെ തിരിച്ചറിയൂ. ഉസ്കെ നാം ലിഖിയേ. അതിൻ്റെ പേരെഴുതൂ. അപ്പോൾ ഇവിടെ നുക്തകൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ഉറുദു ഹുറൂഫ് തഹജി വെച്ചിട്ട് അക്ഷരമാല വെച്ചിട്ടുള്ള നുക്തകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ആദ്യം യോജിപ്പിച്ച് നോക്കാം അല്ലേ? അലിഫ്, ബേ, പേ, തേ, ടേ, സേ. ജീം, ചീം, ഹേ, ഹേ. ദാൽ, ഡാൽ, സാൽ. റേ, ഡേ, സേ, ഷ്വേ. സീൻ, ഷീൻ, സാദ്, സ്വാദ്.
ത്വ സ്വ, ഐൻ ഓയിൻ, പിന്നെ ഫേ കാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാഫ് ഗാഫ്, പിന്നെ ലാം മീം, നൂൻ വാവ് ഹേ യേ എ. അപ്പം ഇതാരാണ്? ഇതൊരു മച്ചലിയാണ്. ഇതാരാണ്? ഒരു മച്ചലിയാണ്. ഏക്ക് മച്ചലി ഹേ, ഇതൊരു മീനാണ്. ഇനി ബാക്കി നമുക്ക് എന്താ എഴുതേണ്ടത്? ഏക്ക് മച്ചലി ഹേ, അതിൻ്റെ പേരെഴുതി. ഇനി അടുത്തത് നോക്കൂ, ഡാഷ് പാനി മേ തേർത്തി ഹേ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുക മച്ചലി എന്ന് തന്നെയാണ്. എന്താ എഴുതേണ്ടത്? മച്ചലി വെള്ളത്തിൽ നീന്തുന്നു, അല്ലേ? വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നീന്തുന്നു. പിന്നെ സമന്ദർ മേ മച്ചലി ഹേ, അല്ലേ? സമുദ്രത്തിൽ എന്തുണ്ട്? മച്ചലി ഉണ്ട് എന്ന് എഴുതാം. അല്ലെങ്കിൽ സമന്ദർ മേ മച്ചലി രഹത്തി ഹേ എന്ന് എഴുതാം. അല്ലെങ്കിൽ സമന്ദർ മേ മച്ചലി ഹേ എന്ന് എഴുതിയാലും മതി. സമുദ്രത്തിൽ മച്ചലി ഉണ്ട്. പിന്നെ എന്തെഴുതാം? നമ്മൾ പഠിച്ചില്ലേ മച്ചീറ. മച്ചീറ മച്ചലി കോ പക്കഡ്ത്തി ഹേ, അല്ലേ? മച്ചീറ മച്ചലി കോ പക്കഡ്ത്തി ഹേ, മച്ചീറ മച്ചലിയെ പിടിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമ്മി ഉണ്ടോ എന്ന് നോക്കാം, അല്ലേ? അപ്പോൾ അടുത്ത സർഗർമ്മി ഇല്ല. ഇതോടുകൂടെ നമ്മുടെ സർഗർമ്മി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.